ഹലോ നമസ്കാരം. കുക്കേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത് ബീഫ് ഗോപിയാണ്. അതിനായിട്ട് നമുക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബീഫ് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചതാണ്. പിന്നെ ആവശ്യം സവാള, തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. പിന്നെ വേണ്ടത് കോളിഫ്ലവറാണ്. കോളിഫ്ലവറിൽ ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്ത് ഒരു 3/4 ഭാഗത്തോളം പൊരിച്ച് വെച്ചതാണ്. ഇനി നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും തേങ്ങാക്കൊത്തും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണക്കുത്തലൊക്കെ ഒന്ന് മാറുന്ന വരെ വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതായിട്ടുണ്ട് ഏകദേശം. ഇതിലേക്ക് നമുക്ക് ബീഫ് മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ പൊടീൻ്റെ ഒക്കെ ആ പച്ച കുത്തലൊന്ന് ലൈറ്റായിട്ട് മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഈ പൊടി ഇടുന്ന സമയത്ത് നമ്മൾ തീ എപ്പോഴും സിമ്മിലായിരിക്കും ഇടേണ്ടത്, ഇല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഏകദേശം നമ്മുടെ പൊടിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ചേർത്ത് നന്നായി ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ വേവിക്കാം. നമ്മുടെ ബീഫൊക്കെ ഏകദേശം തിളച്ച് വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന, അതായത് 3/4 ഭാഗം പൊരിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർക്കണം. അത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ച് അതിലുള്ള ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് വറ്റി വരണം. അതുവരെ നമ്മൾ തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർക്കാം. നമ്മുടെ ഡിഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പ്രോസസ്സായിട്ട് നമ്മൾ അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നമ്മുടെ ഡിഷ് ഇറക്കി വെക്കുകയാണ്. നമ്മുടെ ഡിഷ് ഇതുവരെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.